ട്രംപ് 26% ഇന്ത്യക്ക് മേലെ ടാക്സ് ഏർപ്പെടുത്തുമ്പോൾ അതെങ്ങനെ ഇന്ത്യയെ അഫക്റ്റ് ചെയ്യുമെന്ന് സംശയമുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിലൊന്ന് ചുരുക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വളരെ സിമ്പിളാക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സിഎൻഡിയിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഒരു പാർക്കുണ്ട്, ഡ്രീം ലാൻഡ് എന്ന് പറയുന്നത്. ആ പാർക്കിൻ്റെ യൂണിഫോമാണ് നമ്മളാണത് അവർക്ക് ചെയ്തു കൊടുത്തത്. ഈ ഡ്രീം ലാൻഡ് എന്ന കമ്പനിക്ക് തന്നെ അമേരിക്കയിൽ ഒരു പാർക്കുണ്ടെന്ന് വിചാരിക്കാം. അവർ നമ്മുടെ അടുത്തു നിന്നാണ് വർഷങ്ങളായിട്ട് യൂണിഫോം മേടിച്ചുകൊണ്ടിരുന്നതെന്ന് വിചാരിക്കാം. 10 രൂപയായിരുന്നു ഈ യൂണിഫോമിന് നമ്മളവിടെ കൊടുത്തുകൊണ്ടിരുന്ന വില എന്നും കൂടെ വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ നിലവിലുള്ള ടാക്സ് എല്ലാം കൂടെ അടച്ച് 11 രൂപയ്ക്ക് അവർക്കത് കിട്ടിയിരുന്നു. ഇപ്പോൾ ട്രംപ് പറയുകയാണ് 26% ആക്കിയെന്ന് പറയുമ്പോൾ ഈ 11 രൂപ എന്നുള്ളത് 12 രൂപ 60 പൈസ വിലയായി. സി 1 രൂപ 60 പൈസയിലേ കൂടിയുള്ളൂ നിങ്ങൾ വിചാരിക്കും. ഈ കമ്പനി നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത് 1,00,000 ടീഷർട്ട് ആണെങ്കിൽ 10 രൂപ വെച്ചിട്ട് 10 ലക്ഷം രൂപയായിരുന്നു. അതിൽ 1 രൂപ 60 പൈസ കൂടുമ്പോൾ 1,60,000 രൂപയോളം കൂടിയെന്ന് കരുതുക. വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഇതേ ടീഷർട്ട് ഇതേ ക്വാളിറ്റിയിൽ വേറൊരു രാജ്യത്ത് ഇതിലും വില കുറച്ച് കിട്ടുന്ന സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുക. കാരണം 26% ടാക്സ് ഇല്ലാത്തൊരു രാജ്യത്തിന് അതിലും വില കുറച്ച് അവിടെ കൊടുക്കാൻ പറ്റും. കാരണം അവിടെ ചെല്ലുമ്പോൾ ഈ ക്ലിയറൻസ് എടുക്കുമ്പോൾ അതിലും വില കുറവായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കമ്പനി എന്ത് തീരുമാനിക്കും? എന്തിനാണ് ഇന്ത്യയിൽ നിന്ന് ഞാനത് വാങ്ങുന്നത്? ഇന്ത്യയിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ 26% ടാക്സ് കൊടുക്കണം. ഇത് വേറൊരു കമ്പനിയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ എനിക്ക് 10% ടാക്സ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വ്യാപാര കരാറുകളുള്ള രാജ്യങ്ങൾ തമ്മിൽ മേടിക്കുകയാണെങ്കിൽ എനിക്ക് ടാക്സേ കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ നിന്ന് വാങ്ങിയാൽ പോരെ എന്ന് നോർമലി ചിന്തിക്കും. അങ്ങനെയുള്ള നിരവധി പ്രോഡക്റ്റുകൾ ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ പ്രോഡക്റ്റിൻ്റെ വില ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ പ്രോഡക്റ്റിൽ ചൈനയ്ക്ക് അമേരിക്കയിൽ അതേ കൂടുതൽ ടാക്സ് ആണെങ്കിൽ പോലും ഇന്ത്യയുടെ പ്രോഡക്റ്റിനേക്കാളും വില കുറച്ചിട്ട് ചൈനയുടെ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇനിയും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ത്യക്ക് ടാക്സ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് ഏറ്റവും കൂടുതൽ ഇടിച്ച് കയറാൻ പോകുന്നത്, ആ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ഇടിച്ച് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ തുടങ്ങുന്നത് ചൈനയായിരിക്കും. അതുപോലെ പല രാജ്യങ്ങളും അങ്ങോട്ടേക്ക് കടന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ചെറുതായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണിത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, ഇന്ത്യയെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുണ്ട് അല്ലേ. എനിക്കിപ്പോൾ ഈ ബിസിനസ് നഷ്ടമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രാജ്യത്തിനും ഈ ബിസിനസ് നഷ്ടമായി. നമ്മുടെ രാജ്യത്തേക്ക് ഈ ഡോളർ വരേണ്ട, നമ്മുടെ രാജ്യത്തേക്ക് വരേണ്ട ആ ഒരു എമൗണ്ട് കൂടെ അവിടെ ഇല്ലാണ്ടായി പോവുകയാണ്. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇൻഫർമേഷൻ പോലെ പറഞ്ഞു തന്നതേ ഉള്ളൂ. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ഒന്ന് ചോദിക്കുക.